ബ്രെഡും മുട്ടയും കൊണ്ട് മനസ്സിൽ ഓടി വരുന്ന ഒരു വെറൈറ്റി ആയിട്ടൊരു സ്നാക്കിൻ്റെ റെസിപ്പിയായത്. നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട. നമ്മൾ സോസിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ സവോളയുടെ പകുതി കട്ട് ചെയ്തിടണേ. ഇച്ചിരി വലുതായിട്ടിട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 അല്ലി വെളുത്തുള്ളിയാണ്. അധികം വെളുത്തുള്ളി വേണ്ട, 2 അല്ലിയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. നല്ല എരിയുള്ള പച്ചമുളകായിരിക്കണേ. അത് 2 3 ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുക്കണേ. ഒറ്റ കറക്ക് മതി. ഇതാ ഇതുപോലെ കിട്ടും. ഇതിനകത്തേക്ക് നമ്മൾ 2 കോഴിമുട്ടയാണ് ചേർക്കുന്നത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം കേട്ടോ. ഇനി ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ബ്രെഡൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി അധികം ചേരുവയൊന്നുമില്ല, കുറഞ്ഞ ചേരുവകൾ വെച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമായത് കേട്ടോ. ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ഇനി മുട്ടയും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് സോസിലൊക്കെ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പം നല്ലോണം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1-2 ചേരുവകളോട് മാത്രം ചേർത്തേച്ചാൽ മതി കേട്ടോ. ഇപ്പം നല്ല അടിച്ച് മുട്ടയുടെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ പാകത്തിനാവുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിൻ്റെ അനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാമേ. കുറച്ച് എരിവ് വേണ്ട റെസിപ്പിയായത്. ഇതിന് എരിവ് കുറവാണെങ്കിൽ നമ്മൾ ഉണക്കമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ. ഇപ്പം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ പാകത്തിനാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടായിട്ടുണ്ട്. അടി പിടിക്കാത്ത ഒരു പാൻ വേണം എടുക്കാൻ. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്യ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ വേണേലും ഉപയോഗിക്കാം, പക്ഷെ നെയ്യാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ഓരോന്നും ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. ചെറിയ തീയിലിട്ട് കൊടുത്തേച്ചാൽ മതിയേ. നല്ല മുരിഞ്ഞ് കിട്ടണം ഒരു സൈഡ്. തിരിച്ചും അതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാവേ. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ അതിൻ്റെ അടുത്ത ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് എനേബിളാക്കി ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവേ. ഇപ്പോൾ ഒരു സൈഡ് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പൊടിയാതെ സൂക്ഷിക്കണം, നന്നായിട്ട് മുക്കിയല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് നല്ല കുതിർന്നിട്ടുണ്ട്. അതുകൊണ്ട് പൊടിയാതെ വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ. 2 സൈഡും ഇങ്ങനെ മൂപ്പിച്ചെടുത്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഇതുപോലത്തെ ചെറിയ ചെറിയ സ്നാക്കുകളൊക്കെ ഉണ്ടാക്കി നോക്കണം. അപാര ടേസ്റ്റാണ് കേട്ടോ. ബാക്കി ഇരിക്കുന്ന ബ്രെഡും ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റെസിപ്പിയായത് കേട്ടോ. ഇപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവേ. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ആ എരിയൊക്കെ വരുമ്പോഴത്തേക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. സിമ്പിളായിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കിയാൽ മതിയേ. അങ്ങനെ ഞാൻ എല്ലാ പീസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാനൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. ഈ ബ്രെഡ് പൊരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ബാറ്ററില്ലേ, അതിലേക്ക് നല്ലോണം ഡിപ്പ് ചെയ്ത് കൊടുക്കണം. 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ട് അതുപോലെ എടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അകത്തേക്ക് ഈ ബ്രെഡിൻ്റെ പിടിക്കത്തുള്ളേ. ബ്രെഡിൻ്റെ അകത്തോട്ടും കൂടി ഈ കൂട്ട് പിടിച്ചാൽ മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി കിട്ടത്തുള്ളൂ. ഇത് കണ്ടില്ലേ, ഒട്ടും പൊടിഞ്ഞൊന്നും പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള റെസിപ്പികളായത് കേട്ടോ. നമ്മുടെ അവിടെ എന്നുമുള്ള സാധനമാണല്ലോ ഉള്ളിയും പച്ചമുളകും ഒക്കെ. അതൊക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്നാക്കുകളൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് സമയം ലാഭിക്കാം. അതുപോലെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിലും ഒത്തിരി ഉപകാരപ്രദമാണ്. ബ്രെഡൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ. അന്നേരം ഇപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇപ്പം ഞാൻ അത്യാവശ്യത്തിന് കഴിക്കാനുള്ള ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് ബ്രെഡൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മുട്ടയുടെയൊക്കെ അളവ് കൂട്ടി കൊടുത്തേച്ചാൽ മതിയേ. പാലിൻ്റെ അളവും കുറച്ചുകൂടി കൂട്ടി കൊടുത്തേച്ചാൽ മതി കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
ഇനി വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പിയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ